പവർ ടീം എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പൊ നിർത്തലാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ചലഞ്ചർ ടാസ്ക് ജയിച്ച് പവർ റൂമിലേക്ക് എത്തിയത് ജിൻഡോയും അർജുനും അതുപോലെ തന്നെ ശ്രീതുവുമായിരുന്നു. ഡെൻ ടീം ആയിരുന്നു. ഇനി തൊട്ട് പക്ഷെ പവർ ടീം എന്നുള്ള സംഭവം ഇല്ല എന്നുള്ളതാണ് അറിയുന്നത്. പവർ ടീം ശരിക്കും ഇല്ലാണ്ടൊക്കെ ഇരിക്കുകയാണ് നല്ലത്. പക്ഷെ ഇവര് പാടുവിട്ട് ടാസ്ക് ഒക്കെ ജയിച്ചിട്ട് ഈ പ്രാവശ്യം ഇവർക്ക് കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ നോമിനേഷൻ ഫ്രീയോ എന്തെങ്കിലും ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര കഷ്ടം തന്നെയാണ്. അത്രയ്ക്ക് ഇവർ അവിടെ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവർക്ക് നന്നായിട്ട് ഫിസിക്കലായിട്ട് ചെയ്യേണ്ട ടാസ്ക് ഒക്കെ ആയിരുന്നു കൊടുത്തിട്ടും ഉണ്ടായത്. ക്ലീനിങ് ഒക്കെ ആയിരുന്നു. മറ്റുള്ളവരെ പോലെ എന്റർടൈൻമെന്റും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് ഡെൻ ടീം ജയിച്ചിട്ട് ഇന്നലെ വന്നിട്ട് ലാലേട്ടൻ ഒന്നും ഇവരോട് പറയുകയും ചെയ്തില്ല. ഇന്ന് പവർ റൂമിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഇവരോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ എന്തായാലും ശ്രീതു ഇതുവരെ പവർ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ശ്രീതുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു പവർ റൂമിൽ കയറണം എന്നുള്ളത്. ശ്രീതു മാത്രമാണ് ആ വീട്ടിലെ പവർ റൂമിൽ കയറാത്ത ആള്. ടാസ്ക് ജയിക്കുകയും ചെയ്തു. പക്ഷെ ഇനി അവർ കയറ്റുന്നോ ഇല്ലെങ്കിൽ അത് കഷ്ടം തന്നെയാണ്. എന്തെങ്കിലും ഒരു അപ്രിസിയേഷൻ ഇവർക്ക് ഈ ആഴ്ച ശരിക്കും കൊടുക്കേണ്ടതാണ്. ഇവർ ആ ചെയ്തതിനൊക്കെ ഒന്നെങ്കിൽ നോമിനേഷൻ ഫ്രീയോ അല്ലെങ്കിൽ പവർ ഇല്ലാണ്ട് പവർ റൂം യൂസ് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കണം. എന്താകുമോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?